നമ്മുടെ ഈ കാണുന്ന വീഡിയോ ഒരു ഷീറ്റ് വർക്കിനുള്ള മെറ്റീരിയൽ സൈറ്റിൽ ഇറക്കിയിട്ടുള്ളതാണ്. ഇതിന് താഴെ നിന്ന് തന്നെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അപ്പോക്സിയൊക്കെ അടിച്ച് കഴിഞ്ഞ് മുകളിലേക്ക് ഈ ഒരു ഏരിയയിലായിട്ടാണ് നമുക്ക് റൂഫ് ചെയ്യാനുള്ളത്. രണ്ടാം നിലയുടെ മുകളിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പിൽ കഴുക്കോലിട്ടിട്ട് പ്ലേറ്റ് അടിച്ച് ഇത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് റൂഫ് വർക്ക് ചെയ്യാനുള്ളത്. നമ്മൾ അടിയിൽ 2:1 ഇതിൻ്റെ കഴുക്കോലും ഇതൊക്കെ വരുന്നത്. പരമാവധി നമ്മളതിൽ ബഡ്ജറ്റ് കുറയ്ക്കുകയാണ് ചെയ്തത്. വാർപ്പിന് ടച്ചായിട്ട് വരുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ പൈപ്പൊന്നും കയറ്റേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ 2:1 കഴുക്കോല് വെച്ചത്. മൂലയൊക്കെ നമ്മൾ കോൺക്രീറ്റിൻ്റെ വരുന്ന അതേ ലെവലിൽ മൂല കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഡ്രില്ല് ചെയ്തിട്ട് കമ്പി അടിച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഒരു നിശ്ചിത ഗ്യാപ്പ് നോക്കി നമ്മൾ പ്ലേറ്റ് അടിക്കുന്നതായിരിക്കും. എന്നാൽ താഴോട്ട് ഇറങ്ങിപ്പോകുന്ന കോൺക്രീറ്റിൻ്റെ ഉൾഭാഗത്തേക്ക് പോകുന്ന അത്രയും രീതിയിൽ റൂമിലേക്കൊന്നും പോകുന്ന അത്രയും രീതിയിൽ നമ്മളത് ബോൾട്ട് ചെയ്യുന്നുമില്ല. നല്ല വെയിലുള്ള ടൈമിലുള്ള പണിയായിരുന്നു. അത്യാവശ്യം ചെരിവും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ കോൺക്രീറ്റിൻ്റെ മുകളിലാണെങ്കിലും വർക്ക് ചെയ്യാൻ നല്ല റിസ്ക് ഉണ്ട്. പിന്നെ ചെറിയ വെയിൽ വരുമ്പോഴത്തേനും തന്നെ പൊള്ളിയിട്ട് ഇവിടെ നിൽക്കാനും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ 2-3 മോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും ആ ഒരു ഷേപ്പിൽ തന്നെ എടുക്കാനുണ്ട്. നമ്മൾ കഴുക്കോല് ഇപ്പോൾ ഇതിനനുസരിച്ച് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ലെവലുള്ള ഭാഗത്ത് മുമ്പ് ഷീറ്റ് ഇട്ടിട്ടുള്ളതാണ്. ജസ്റ്റബിൾ കളർ-ഓൺ പ്ലസ് 3/5 തിക്നെസ്സുള്ള ഷീറ്റാണ് മുമ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3/5 തിക്നെസ്സിലുള്ള ജസ്റ്റബിൾ കളർ-ഓൺ പ്ലസ് ഷീറ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിലും ചെയ്യുന്നത്. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തന്നെ പിടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് മനസ്സിലാവണമെന്നില്ല. ഓരോ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓരോ ഭാഗത്തേത് പിടിക്കുന്നതാണ്. വീഡിയോ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. കാരണം ഈ വർക്കിൻ്റെ കംപ്ലീറ്റ് സംഭവം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ മൊത്തമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ നമ്മൾ എടുത്തിട്ട് കുറച്ചായി. നമ്മൾ വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളും കൊണ്ട് നമുക്ക് ഇടാൻ പറ്റാത്തതാണ്. ചൂടുള്ള ടൈമിലൊക്കെ വർക്ക് ചെയ്യൽ അത്യാവശ്യം നല്ല റിസ്ക്കാണ്. കാരണം ഇതുപോലത്തെ ഏരിയകളിലൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അടിഭാഗത്ത് ചെറിയ കട്ടിങ് വരുന്നുണ്ട്. നമ്മൾ ഒറ്റ ലെവലിൽ തന്നെയാണ് ഷീറ്റ് ഇടുന്നത്. കട്ടിങ് ഒഴിവാക്കിയിട്ടാണ് ഷീറ്റ് ഇടുന്നത്. അതുപോലെ ഒരു കുഴിയടി വരുന്നൊരു കട്ടിങ് വരുന്നൊരു ഭാഗമുണ്ട്. അതും കൂടെ ഒഴിവാക്കിയിട്ടൊരു സൈഡിലേക്ക് ആ ഭാഗം കൂടെ ചെയ്യുന്നതും അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഒരു ഏരിയ കസ്റ്റമർ പറഞ്ഞത് ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പട്ടിക നമ്മളത് അടിച്ച് വരുന്നുണ്ട്. ഏകദേശം പട്ടിക അടിച്ച് ലെവൽ കഴുക്കോലൊക്കെ ഒന്ന് ഓർഡറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുന്നതാണ്. പൈപ്പൊക്കെ ഫ്രണ്ട് വശത്തേക്കൂടെ സിറ്റ് ഔട്ടിലേക്കൂടെ മുകളിലേക്ക് കയറ്റി എടുക്കുകയാണ് ചെയ്തത്. പോർച്ചിൻ്റെ മുകളിൽ വെച്ചിട്ട് അവിടെ നിന്ന് കയറ്റുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് ലെവലായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് പെയിൻ്റ് അടിക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. ഇത് നമുക്ക് ഈ ഒരു രീതിയിലല്ലാതെ ഇതിലും കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ 1 ഇഞ്ചോ 3/4 ഇഞ്ചൊക്കെ പട്ട കഴുക്കോല് വെക്കുന്ന പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പ് ഒരു വർക്കിലത്
ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു വർക്ക് സെറാമിക് ബോർഡിൻ്റെ. പക്ഷേ കുറച്ചുകൂടെ ഒന്നുകൂടെ ബെറ്റർ ഇതുപോലെ കഴുക്കോൽ വെച്ച് ചെയ്യുന്നതാണ്. അത്യാവശ്യം ലെവലും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ കോൺക്രീറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. പട്ടയിൽ വരുമ്പോൾ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പാത്തി വരുന്നുണ്ട്, ഫുള്ള് നമുക്ക് യൂറോഗാർഡിൻ്റെ പാത്തിയാണ് വരുന്നത്, സ്ക്വയർ പാത്തിയാണ് വരുന്നത്. അതിൻ്റെ വൈറ്റ് കളർ പാത്തിയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. കാരണം നല്ല വെയിലുള്ള സ്ഥലമാണ്. ഗ്രേ കളർ അങ്ങനത്തെ കളറൊക്കെ വെയിൽ നല്ലോണം അടിക്കുമ്പം ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വൈറ്റ് കളറാണ് ഇവിടത്തേക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മളൊരു ബോർഡർ പോലെ പൈപ്പ് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഉള്ളിലേക്ക് വെള്ളമൊന്നും കയറാതിരിക്കാൻ വേണ്ടി കുറച്ച് ലുക്ക് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ബോർഡർ കൊടുക്കുന്നതാണ്. ഇപ്പോൾ പാത്തി ക്ലാമ്പ് സെറ്റാക്കിയിട്ടുണ്ട്. പാത്തി മാത്രം ഏകദേശം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരുപാട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ചെയ്യുന്നില്ല. ആ സമയത്ത് ചെറിയൊരു കട്ടിങ് വരുന്ന ഒരു ഭാഗമുണ്ട്, അത് ലെവൽ ചെയ്യുമ്പോൾ ചെറിയൊരു ഭാഗം മാത്രം പുറത്തേക്ക് നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ ഈ കഴുക്കോലിൻ്റെ ഒക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് കോൺക്രീറ്റിൻ്റെ അടുത്തേക്ക് ഒരു പട്ട വെച്ചിട്ട് നമ്മൾ ഫിറ്റാക്കി കൊടുക്കുന്നുണ്ട്. കാറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പം ഇതൊക്കെ മുകളിലേക്ക് പൊക്കി കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമ്മളൊന്നും കൂടെ ഫിക്സ് ചെയ്യുന്നതാണ്. ഈ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നല്ല ടൈം ഈ ഒരു വർക്കിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇവിടുന്ന് വളരെ സ്ലോ ആയിട്ട് നമുക്ക് നടക്കാനായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പം നമ്മൾ എല്ലാം ചെയ്യുമ്പം തന്നെ ഒരു കയറും കൂടെ ഇവിടെ കെട്ടിയിട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത്. കാരണം റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ 4-2 ഹോൾ പ്ലേറ്റ് ഒരു നിശ്ചിത ഗ്യാപ്പിൽ നമ്മൾ ഡ്രില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓവറായിട്ട് താഴോട്ടൊന്നും ഡ്രില്ല് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന്, ബലം എന്തായാലും കിട്ടുക വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിലാണ് നമ്മളിത് ഡ്രില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു നിശ്ചിത ഗ്യാപ്പും അടിഭാഗത്തേക്ക് പിടുത്തത്തിന് വേണ്ടി പട്ടയം വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം യാതൊരു തരത്തിലും കാറ്റൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യത കുറഞ്ഞ രീതിയിലാണ് ചെയ്യുന്നത്. ഈ 2-1 കഴുക്കോൽ വെച്ചതിന് പകരം 1.25 വേണമെങ്കിൽ കഴുക്കോൽ വെക്കാം, അല്ലെങ്കിൽ 3/4 ഇഞ്ച് സ്ക്വയറോ 1 ഇഞ്ച് സ്ക്വയറൊക്കെ വെക്കാം. ഓരോരുത്തർക്ക് അവരുടെ താല്പര്യത്തിലും ബഡ്ജറ്റിലും അനുസരിച്ചുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം ഏകദേശം നമ്മളൊന്ന് വർക്ക് ഒരു ലെവലാക്കിയിട്ടുണ്ട്. ഒട്ടികയൊക്കെ അടിച്ച് ഏകദേശം ഒന്ന് സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇനി വരുന്നിടത്തൊക്കെ കുഴിയടിക്ക് പ്ലെയിൻ ഷീറ്റ് വെക്കാനുണ്ട്. ഷീറ്റ് കട്ട് ചെയ്ത് ഷീറ്റൊക്കെ മുകളിൽ കയറ്റാൻ നല്ല സീനാണ്. അവിടെയൊക്കെ മേലെ വെച്ചിട്ട് വട്ടം കയറിട്ട് കെട്ടൽ മാത്രമേ നടക്കുകയുള്ളൂ. ഈ ഒരു ഭാഗത്ത് ചിമ്മിനിയോട് സൈഡോട് കൂടിയിട്ട് നമ്മൾ ഷീറ്റ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വെൽഡ് ചെയ്ത കംപ്ലീറ്റ് ഏരിയയിലും പെയിൻ്റൊക്കെ ടച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. യൂറോഗാർഡിൻ്റെ പാത്തി നമ്മുടെ ഇവിടെ സൈറ്റിൽ വന്നിട്ടുള്ള പാത്തിയാണ്. വൈറ്റ് കളറാണ് പാത്തി വരുന്നത്. അതിൻ്റെ പൈപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് താഴോട്ട് ഇറക്കാനുള്ള പൈപ്പുകളും നമ്മൾ തന്നെയാണ് ഫുൾ ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ പ്ലംബിങ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് നമ്മുടെ ഒരു ടൈമിന് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കസ്റ്റമർ പറഞ്ഞ് നിങ്ങൾ തന്നെ ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ താഴോട്ട് ഇത് ഇറക്കി കൊടുക്കുകയും പിന്നീട് ഫുള്ളായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പട്ട അടിയിൽ നിന്ന് കാണുന്നുണ്ടായിരിക്കും. അടിയിൽ പട്ട ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴുക്കോലിനൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പാത്തിയുടെ പൈപ്പ് നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ ഇറക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഇതിന്
ചെയ്യാൻ പണിയായിരിക്കും. നമ്മളൊരു റെഡ്യൂസർ പാത്തിയുടെ ഡ്രോപ്പറുകൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇനി 45 ഒക്കെ വെച്ച് ക്ലാമ്പൊക്കെ ചെയ്തിട്ട് ഫുള്ളായിട്ട് നമ്മളത് വെള്ളം തിരിച്ചു വിടണം. ഇതുപോലെ ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പരമാവധി നമുക്ക് പറ്റുന്നതാണ് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നതാണ്. കുറച്ച് താഴോട്ടെങ്കിലും പ്ലംബർമാർക്ക് എത്തുന്ന രീതിയിൽ തിരിച്ചു വിടുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ പൈപ്പ് ഇതാ നമ്മൾ ലെവൽ നോക്കി താഴോട്ട് ഇറക്കി വെക്കണം. ഇത്ര ഏരിയയൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് സുഖമായിട്ട് പ്ലംബർമാർക്ക് തിരിച്ചു വിടാനോ കാര്യങ്ങളോ നടക്കും. അതല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ പൈപ്പ് എത്തുന്ന വിധത്തിലെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. കാരണം മുകളിൽ കയറിയിട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഷീറ്റ് ഇടുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. ഷീറ്റ് ഇതാ കളർ 1+ നമ്മൾ മേളിൽ കയറ്റിയിട്ടുണ്ട്. അത് മേളിൽ കയറ്റലൊക്കെ ഇച്ചിരി ടാസ്ക് ആയിരുന്നു. നമ്മളത് സൈഡിലെ കൂടെ പോർച്ചിൻ്റെ വഴിയാണ് നേരെ എടുത്ത് ഷീറ്റിൻ്റെ എടുത്ത് പോർച്ചിൻ്റെ മുകളിൽ വെച്ചു. അവിടുന്ന് നേരെ മുകളിലേക്ക് കയറ്റാണ് ചെയ്തത്. എല്ലാ ഭാഗവും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷീറ്റ് നമ്മളൊന്ന് ഇവിടെ ചാരി ചിമിനിയുടെ അവിടെ വെച്ചാണ് അവിടുന്ന് നേരെ എടുത്ത് ഒരു സൈഡിലേക്ക് ഇതുപോലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ ഇടണം, ലെവൽ കിട്ടണമെങ്കിൽ. എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഇത് വരുന്നതുകൊണ്ട് ഡിസൈനും കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ഷീറ്റ് വിചാരിച്ച പോലെ വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഷീറ്റ് മൂലയൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ അപേക്ഷിച്ച് കുറച്ചുകൂടെ വേസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതുപോലെയൊക്കെ ഉള്ള ഇരുന്ന ഏരിയയിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പരമാവധി നമ്മൾ ഷീറ്റ് കടത്തിയിട്ടിട്ടുണ്ട്. അതായത് ഭാവിയിൽ ഒരു ലീക്കോ കാര്യങ്ങളോ വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഇതും കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഷീറ്റ് ഉള്ളിലേക്ക് തള്ളിയിട്ടത്. കയറിട്ടിട്ടാണ് ഷീറ്റ് അടിച്ചുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് വേറെ എങ്ങനെ അവിടെ നിൽക്കാൻ പറ്റില്ല. സേഫ്റ്റി ബെൽറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കയറ് വട്ടം കെട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സേഫ്റ്റി ബെൽറ്റ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കയറാണ് വട്ടം കെട്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരം ഏരിയകളിലൊക്കെ വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പരമാവധി സേഫ്റ്റി ആയിട്ട് തന്നെ വർക്ക് ചെയ്യുക. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയുള്ള ഏരിയയിൽ നല്ല എവിടെ ചെയ്താലും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ നമുക്ക് പോളികാർബൺ ഷീറ്റ് അടിക്കാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പോളികാർബൺ ഷീറ്റ് നമ്മളിവിടെ സൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത്. റെയിൻ ഡ്രോപ്പ് ഡിസൈനിൽ വരുന്ന ഷീറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിന് കണക്കായിട്ട് സ്ക്രൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു മഴ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ആ ഭാഗത്ത് നിൽക്കാനൊന്നും വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടം വരെ മൂല ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ നമ്മൾ പോളികാർബൺ ഷീറ്റും കൂടെ അടിച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം, നമുക്ക് CNC കട്ടിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ്. ഇവിടുത്തെ കസ്റ്റമേഴ്സിന് ഇതായിരുന്നു കുറച്ചുകൂടെ ആവശ്യം പറഞ്ഞത്, അപ്പോൾ ആ ഒരു രീതിയിലുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് വേണമെങ്കിൽ ഗ്ലാസ് വരെ കൊടുക്കാൻ പറ്റും, അല്ലെ വി ബോർഡ് വേണമെങ്കിൽ വി ബോർഡ് അടിച്ച് ഫുൾ കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്യാൻ പറ്റും. ഇത് ലോട്ടസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് പോളികാർബൺ ഷീറ്റ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇറങ്ങി കയറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, കാരണം അത്രയും ചൂടാണ്. കോൺക്രീറ്റും കൂടെ ചൂടായി കഴിഞ്ഞാൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ചൂടാകുമ്പോൾ ഒന്ന് ഇറങ്ങും, എന്നിട്ട് വീണ്ടും കയറിയിട്ട് ഷീറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ ഷീറ്റ് അടിക്കുമ്പോൾ പരമാവധി നമുക്ക് നല്ലതെന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ വർക്ക് ഒരു 7 മണിക്കൊക്കെ തുടങ്ങിയിട്ടൊരു 10-11:30 ആകുമ്പം പണി നിർത്തി ഉച്ചയ്ക്ക് ഒരു 2:30-3 മണിക്കൊക്കെ ശേഷം കുറച്ച് സമയം എടുക്കും. വൈകുന്നേരം വരെയൊക്കെ 5:30-6 മണി വരെയൊക്കെ എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ഷീറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞ് ഫുള്ളായിട്ട് കെട്ടി കൊടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കാറ്റിനൊക്കെ മേളിലോട്ടൊക്കെ പറത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്ന ടൈമിൽ വർക്ക് നിർത്തിയാലൊക്കെ ഇത് കെട്ടി ഇവിടെ നിർത്തി വെച്ചിട്ടാണ് പോകാറുള്ളത്. പിന്നെ ഈ ഭാഗത്തും ഷീറ്റ് ഇടാനുണ്ട്, കുഴിയടി വരുന്ന ഭാഗത്തൊക്കെ. നമ്മളിപ്പോൾ ഫ്രണ്ട് ഭാഗം തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈഡിലേക്ക് ബാക്കിയുള്ള ഭാഗത്ത് ഇടാൻ സുഖമാണ്. നമുക്ക് ബാക്ക് സൈഡൊക്കെ നമുക്ക് അതിലേക്കൂടെയാണ് ഇറങ്ങിപ്പോകുന്നത്, അതുകൊണ്ട് വലിയ വിഷയമില്ല. ഇത്ര ഏരിയ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ടൈം നമ്മളിതിന് വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട്. കാരണം ആദ്യം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എങ്കിലും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ചെയ്യുന്നതായതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ടൈമിൽ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പം വരുന്ന വീഡിയോകളൊക്കെ അധികം ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റാറില്ല, ചെറിയ ചെറിയ വീഡിയോ ആണ് എടുക്കാറുള്ളത്. മൂല പരമാവധി സീറ്റിംഗ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ മൂല വെക്കാനുണ്ട്. സൈഡിലെ പൊടിയൊക്കെ അടിച്ച് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. സൗണ്ടും പോയി, ചുമയും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട്. സൈഡിൽ പോളികാർബണിൻ്റെ ഒക്കെ ഒരു വ്യൂ നമുക്ക് കാണിക്കാൻ ഇവിടുന്ന് ഒരു നിവൃത്തിയില്ല. സൈഡിൽ നിന്നൊന്നും നമുക്ക് പോയിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക്കാണ്. ഇനിയൊരു ചെറിയ ഏരിയകളിലേക്ക് മാത്രമേ നമുക്ക് ഷീറ്റ് ഇടാനുള്ളൂ. പരമാവധി ഏരിയകളിൽ നമ്മൾ കവറാക്കിയിട്ടുണ്ട്.
മൂല ഇതുപോലെ വെച്ചിട്ട് നേരെ അവിടെ നിൽക്കും. കയറിട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ ആണ് ഒരു കുഴിയടി ഉണ്ടായിരുന്നത്. അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നേരെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കസ്റ്റമേഴ്സിനത് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനും കൂടെ പോളികാർബൺ അടിക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോ ദിവസവും വർക്ക് ചെയ്യുന്ന ടൈമിൽ എടുത്ത വീഡിയോ ആണ്. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. കംപ്ലീറ്റ് നമ്മുടെ വയറുകളെല്ലാം വരുന്ന കേബിളുകളാണ്. സാധാ പ്ലാസ്റ്റിക് വയർ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇല്ലെങ്കിൽ ഇൻസുലേഷനൊക്കെ ഇളകിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് പണിയായിരിക്കും. ഷോക്കൊക്കെ അടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ നമ്മൾ 1-2 പൈപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡർ വരുന്ന ഭാഗമൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്ത് കുഴിയടിയിലേക്ക് ഷീറ്റും കൂടെ അടിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്ഥലത്ത് ചെയ്യാൻ വരുമ്പം തന്നെ നല്ലൊരു ടൈം ഇതിന് വേണ്ടിയിട്ടായിട്ട് തന്നെ നമുക്ക് എടുക്കും. ഇതുപോലെ 3 എണ്ണമാണ് നമുക്ക് ഈ ഒരു സൈറ്റിൽ കിട്ടിയിട്ടുള്ളത്. 3 എണ്ണം ചെയ്യാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട്. സമയത്ത് ലെവൽ ഏരിയ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് പോവാം. ഇതൊരു പരിധി വരെ നമുക്ക് താഴെ നിന്ന് വലിയൊരു വ്യൂ ഒന്നും കിട്ടില്ല. ഇപ്പോൾ പ്ലെയിൻ ഷീറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും മഴ പെയ്ത് നമ്മളിത് വർക്ക് നിർത്തി വെച്ചിട്ടുണ്ട്. മഴയൊക്കെ മാറി നമ്മളടുത്ത പണി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഷീറ്റ് അടിച്ചു വെച്ചു. ഇനി അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെരുവിന് കണക്കായിട്ട്. പാത്തിയുടെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഷീറ്റിൻ്റെ അടിഭാഗത്ത് ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷെ അത് വെള്ളം അങ്ങോട്ട് അടിച്ച് കയറിയാൽ പോലും നമ്മളത് ബാധിക്കില്ല. കാരണം ഉള്ളിലേക്ക് ഷീറ്റ് നമ്മൾ തള്ളിയിട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു പോർഷനും കൂടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഷീറ്റുകൾ കയറ്റിയിടാനുണ്ട്. അടുത്ത ഷീറ്റ് വരുമ്പോൾ അവിടുത്തെ മൂലയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമ്മൾ കവറാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഇതൊക്കെ ഫൈനൽ നമുക്ക് ഈ കാണിച്ചു തരണമെങ്കിൽ താഴോട്ട് പിന്നീട് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിക്കാൻ പറ്റാത്തത്. കട്ട് ചെയ്ത ഷീറ്റൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് ഉള്ളത്. ഇനി മൊത്തം താഴോട്ട് ഇറക്കി വെക്കണം. ഇനി സ്ഥലം നമുക്ക് പരിമിതി വരും. 2 ഭാഗമാണ് ഇനി ചെറിയ രീതിയിൽ ഷീറ്റ് ഇടാനുള്ളത്. ലാസ്റ്റ് എത്തുമ്പോഴത്തേനും നമുക്ക് നിൽക്കാനുള്ള ഒരു പരിമിതി ഉണ്ടാവും. ഇനിയിപ്പോൾ ഇവിടെ ഷീറ്റ് കെട്ടിയിട്ട് ഷീറ്റൊക്കെ അഴിച്ച് മാറ്റേണ്ടി വരും.
ഇതാണ് നമുക്ക് ലോങ്ങിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇത്. പോളികാർബൺ ഇതുപോലെ ഒന്ന് കാണും. നമുക്കത് അത്ര ഒരു വ്യൂ കിട്ടുന്നതല്ല, നമ്മൾ കുറച്ച് ദൂരെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല. ഏകദേശം ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം വർക്കുകളൊക്കെ ഡ്രോണൊക്കെ വെച്ച് ഷൂട്ട് ചെയ്താൽ കാണാൻ നല്ല രസമുണ്ടാവും. ഈ ഒരു ഭാഗത്ത് ഒരു ജനലുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അവിടെ അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫിറ്റിങ്സ് അവിടെ പെൻഡിങ് വെച്ചിട്ടുള്ളതായിരുന്നു, അതും കൂടെ ഒന്ന് ചെയ്തിട്ട് വേണം ആ ഭാഗം കൂടെ ഷീറ്റ് ലെവൽ ചെയ്യാൻ. അപ്പോൾ അടുത്ത കുഴിയടിയിലേക്കും ഇതുപോലെ ഷീറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ ഇരുന്നിട്ട് മൂല അടിക്കുക എന്നതാണ്. നല്ല വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ബാറ്ററിയുടെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൂല അടിക്കുന്നത്. കുറച്ചുകൂടെ സുഖമാണ്, നമുക്ക് വയറൊക്കെ വലിച്ചിട്ട് നടക്കേണ്ട പണി വളരെയധികം ബുദ്ധിമുട്ട് കുറവാണ്. ചെറിയൊരു ടൈമിൻ്റെ മൂല അടിക്കുമ്പോൾ ഒന്നും വലിയ പ്രശ്നമില്ല, അല്ലാത്ത സമയത്ത് സ്ക്രൂ ചെയ്യുമ്പം ചെറിയൊരു ടൈം വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. എങ്കിലും സേഫാണ്, വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കറണ്ട് പോയാലും നമ്മുടെ പണി നടക്കുകയും ചെയ്യും. അതുപോലത്തെ ബാറ്ററിയുടെ തന്നെ ഡ്രില്ല്, ഹാമർ ഡ്രില്ലുകളും ഗ്രൈൻഡറും എല്ലാം വരുന്നുണ്ട്. ഗ്രൈൻഡറും എല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്, ഗ്രൈൻഡറൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് പല ബ്രാൻഡുകളിലും നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മേടിച്ച ഗ്രൈൻഡറിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നോക്കിയിട്ട് സമയം കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരുന്നു. ഈ ഒരു ഏരിയയും കൂടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം, ടൂൾസൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് വേണം ബാക്കിയുള്ള ഭാഗം കവർ ചെയ്യാൻ. ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇത് നിന്നിട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. കാരണം ഇടയ്ക്ക് വരുന്ന മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്ലിപ്പായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നോക്കിയിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. കാണുമ്പോൾ കോൺക്രീറ്റിൻ്റെ മുകളിലുള്ള വർക്കാണ്, സിമ്പിളാണെന്ന് തോന്നും. പക്ഷേ വർക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അത് എത്രത്തോളം ഇതിന് റിസ്ക് ഉണ്ടെന്നുള്ളത് വർക്ക് എടുക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പുറത്തുനിന്നുള്ള കാണുന്നവർക്ക് അത് അത്രത്തോളം ഒരു ബുദ്ധിമുട്ട് തോന്നണമെന്നില്ല. ഈ ഒരു രീതിയിലുള്ള വർക്കുകളൊക്കെ പലരും റിസ്ക് എടുത്ത് ചെയ്താലും അതിനുള്ള ഒരു റേറ്റ് കാര്യങ്ങളൊന്നും ഇന്ന് ഈ മേഖലയിൽ നിന്ന് ലഭിക്കുന്നില്ല. കാരണം ഇതൊക്കെ എല്ലാവരും ജീവൻ പണയം വെച്ച് അത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന വർക്കുകളാണ്. ഏകദേശം നമ്മൾ ആയിട്ടുണ്ട് ഷീറ്റിൻ്റെ പരിപാടി.
കുറേ ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഒരു 33 മിനിറ്റൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്ന വീഡിയോ ആക്കി മാറ്റിയത്. ഒരുപാട് ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനും അത്യാവശ്യം ഒരു ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാവരും പരമാവധി ഈ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ്. വർക്കിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വീഡിയോ നമുക്ക് പരമാവധി അടുപ്പിച്ചിടാൻ പറ്റാത്തത്. പരമാവധി നമ്മൾ അടുപ്പിച്ച് തന്നെ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പം ഇവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മളിനി ടൂൾസ് കാര്യങ്ങളൊക്കെ കുഴിയടിയിലൊക്കെ ഉള്ളത്. അതൊക്കെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് കയറൊക്കെ കെട്ടഴിച്ച് വിട്ടിട്ടുണ്ട്. ഇനി മുകളിലേക്ക് പോയിട്ട് ഓരോ സാധനം എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ വ്യൂ. പരമാവധി നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പരിമിതി വെച്ചുകൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തന്നെ നല്ല റിസ്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്കൂടെ നടന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം തള്ളി നിൽക്കുന്ന ഷീറ്റ് നമ്മൾ കുറച്ച് കട്ട് ചെയ്യാതെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ക്ലാമ്പ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷീറ്റും കൂടെ നമ്മൾ അധികം നിൽക്കുന്ന ഷീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ പാത്തിയും കൂടെ വെക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഓരോ ഏരിയയിലും നമ്മൾ റേറ്റിൽ മാറ്റം ഉണ്ടാവും. ഓരോ ടൈമിനനുസരിച്ചും മാറ്റം ഉണ്ടാവും. വീഡിയോ കാണുന്ന ടൈമിലുള്ള റേറ്റ് അതാവണമെന്നില്ല. അതുകൊണ്ടാണ് റേറ്റൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്താത്തത്. ഇതാണ് ഫൈനൽ വ്യൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.